ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയുടെ അന്ന് ഉണ്ടാക്കേണ്ട ലിസ്റ്റിലുള്ള സാമ്പാറും തോരനും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലും പരിപ്പുമാണ്. അപ്പം നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. മലയാളി സദ്യക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിയലാണ്. അതുകൊണ്ട് നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ അവിയൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടി വരും. ഒരുപാടൊന്നല്ല, ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന അവിയലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോഴും നമുക്ക് അവിയൽ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. അതിലൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം. വെള്ളരിക്കയുടെ ആയാലും ചേനയുടെ ആയാലും പടവലത്തിന്റെ ആയാലും എല്ലാത്തിന്റെയും ആ നീളം നോക്കി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. അപ്പൊ അത്രയും നീളത്തിലുള്ള ഒരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം നോക്കുന്ന വെള്ളരിക്കയാണ്. വെള്ളരിക്കയുടെ ഈ സൈസിന് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നോക്കേണ്ടത് ചേനയും ഏതാണ്ട് വെള്ളരിക്കയുടെ സൈസിന് കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് നോക്കേണ്ട പടവലങ്ങയെ അതുപോലെ തന്നെ വെള്ളരിക്കയുടെയൊക്കെ സൈസിന് കട്ട് ചെയ്യണം. അടുത്ത് ക്യാരറ്റ്, ഒരിടത്തരം ക്യാരറ്റിനെ കുറുകെ കട്ട് ചെയ്തിട്ട് അതും ചേനയുടെ ഒക്കെ കഷ്ണത്തിന്റെ സൈസിൽ കട്ട് ചെയ്ത് വെക്കുന്നത്. അടുത്ത് ഞാൻ ഏതാണ്ട് കൈപ്പത്തി നീളത്തിനുള്ള ഒരു ഏത്തങ്കായാണ് എടുത്തിരിക്കുന്നത്. ഏത്തങ്കായം ഇതുപോലെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെയാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. ഏത്തങ്കായ അവിയലിന് ഏറ്റവും പ്രധാനപ്പെട്ട വെജിറ്റബിൾ ആണ്. 5 അമരക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ പിളർന്നു വെച്ചിട്ടുണ്ട്. അടുത്ത് വേണ്ടത് ഒരു ചെറിയ മുരിങ്ങയ്ക്ക. ആ മുരിങ്ങയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് 2ആയിട്ട് പിളർന്നു വെച്ചിട്ടുണ്ട്. അടുത്ത് നോക്കേണ്ടത് കത്തിരിക്കയാണ്. ഒരു മീഡിയം സൈസ് കത്തിരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കേണ്ടത് പച്ചമുളക്. ഞാൻ 3 തൊണ്ടം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ പിളർന്നു വെച്ചിട്ടുണ്ട്. അടുത്ത് വേണ്ടത് തേങ്ങയാണ്. മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി എടുത്തിട്ടുണ്ട്. അടുത്ത് വേണ്ടത് 2 കഷ്ണം വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ചുമന്നുള്ളി എടുക്കാം. അടുത്ത് വേണ്ടത് കോക്കനട്ട് ഓയിൽ. അടുത്ത് വേണ്ടത് പൊടികളാണേ. ഉപ്പ്, മഞ്ഞപ്പൊടി, ജീരകം, മുളക് പൊടി. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല അവിയൽ വെക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുക്ക് ചെയ്യേണ്ട പാത്രം അടുപ്പത്ത് വെക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇടാം. ഇട്ടിട്ട് ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെജിറ്റബിൾസിൽ ഈ പൊടികളെല്ലാം കൂടെ പിടിക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഏതാണ്ട് 1.25 ഗ്ലാസോളം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അവിയലിന്റെ കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില, ഒരു 1/4 സ്പൂണ് ജീരകം, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളിക്ക് പകരം നിങ്ങൾക്ക് ഉള്ളിയാണ് ഇടണമെങ്കിൽ ഉള്ളി ഇടാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അവിയലിന് അരച്ചെടുത്തിട്ട് വരാം. തോരൻ പോലെയല്ല, കുറച്ചും കൂടെ ഒന്ന് അരയണം. നമ്മുടെ കഷ്ണങ്ങൾ ഏതാണ്ട് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു. അപ്പൊ ഇനി വേണം ഇതിലേക്ക് കൂട്ടിടാൻ. അതിന് മുന്നേ ഒരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു എന്റെ അവിയലിന്റെ പ്രത്യേകത ആണ്. ഞാൻ ഉണ്ടാക്കുന്ന അവിയലില് പുളിയോ ടൊമാറ്റോയോ തൈരോ ഒന്നും ചേർക്കില്ല. പക്ഷെ ഒരുപാട് പേര് പുളിയല്ല, ഒന്നിൽ പുളി അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ ടൊമാറ്റോ ഇതിലേതെങ്കിലും ചേർക്കും. പക്ഷെ എനിക്ക് അവിയലിന് പുളി ഒരുപാട് ഇഷ്ടമല്ല. എനിക്കെന്നല്ല, എൻ്റെ ഭർത്താവിനോ മക്കൾക്കോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല. എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു പുളി വരുന്നുണ്ട്. അത് ധാരാളം അവിയലിന്. അങ്ങനെ നിങ്ങളിപ്പോൾ പുളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ടൊമാറ്റോയാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു ടൊമാറ്റോ വേണം. പുളിയാണെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിക്കണം. അല്ല, തൈരാണ് ഉപയോഗിക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിക്കണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇതിലേതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഈ കൂട്ടിടേണ്ടത്. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ ഏതാണ്ട് 1/4 വേഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂട്ടിടാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൂട്ടും കൂടെ ഇട്ടതിന് ശേഷം അവിയൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ചിലർ പക്ഷെ അവിയലിന്റെ കൂട്ടിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഓഫ് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, കൂട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യും.
നമ്മുടെ അവിയൽ ഏതാണ്ട് ആയി കഴിഞ്ഞു. വെജിറ്റബിൾസിന്റെയും തേങ്ങയുടെയും എണ്ണയുടെയും ഒക്കെ ടേസ്റ്റ് ആണ് അവിയലിന് മുന്നേ നിൽക്കേണ്ടത്. നമ്മുടെ അവിയലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടണം. അപ്പൊ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പം നമ്മൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞവടി അവിയലിന്റെ പുറത്തേക്ക് ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കറിയും ചൂടാക്കരുത്. പിന്നെ അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ അവിയലിന്റെ ഒരു പ്രധാന ഘടകമാണ്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ അവിയലായി കഴിഞ്ഞു. ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച ഉടനെ തന്നെ അതിനെ അടച്ചു വെക്കുക. സദ്യ ഉണ്ടാക്കേണ്ട ദിവസത്തിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പാണ്. ഒരു സദ്യ തുടങ്ങുന്നത് തന്നെ പരിപ്പും പപ്പടവും നെയ്യും ചേർത്താണ് അല്ലേ? അതുകൊണ്ട് തന്നെ പരിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഒരു സദ്യക്ക്. അതുപോലെ തന്നെ മിക്ക കുട്ടികൾക്കും പരിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയുമാണ്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറുപയർ എടുത്താലും മതി. ഞാനിപ്പോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പായി. അല്ല നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അത് വറുത്തെടുക്കണം. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അത് സാമ്പാർ പരിപ്പിന്റെ പരിപ്പാണെന്ന്. എന്നാൽ അതല്ല, മലയാളികളുടെ സദ്യക്ക് ഉപയോഗിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. നമ്മളിപ്പോ ചെറുപയർ വറുത്താണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 1.25 ഗ്ലാസ് പച്ചപ്പയർ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും അളവ് കുറയും. കാര്യം എന്തെന്നാ, പൊടിച്ച് അതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും 1 ഗ്ലാസ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് അത് കുറച്ചും കൂടെ കൂട്ടി പച്ചപ്പയർ എടുക്കണം. അടുത്ത് വേണ്ടത് തേങ്ങയാണ്. അതിൻ്റെ അടുത്ത് കറിവേപ്പില, വെളുത്തുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, അടുത്ത് എണ്ണ. ഇനി അടുത്ത് പൊടികളാണേ. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകം. ഇത്രയുമാണ് നമുക്ക് പരിപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് വറുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ചെറുപയർ പരിപ്പാണെങ്കിലും വറക്കണം, പക്ഷെ പൊടിക്കൊന്നും വേണ്ട. അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് ചെറുപയർ ഇട്ട് വറുക്കുവാണ്. ഒരു ഇളം ബ്രൗൺ കളർ, ഈ പച്ച മാറിയിട്ട് ഒരു ഇളം ബ്രൗൺ കളർ വരും. അപ്പോഴത്തേക്ക് നിർത്തണം. അതാണ് അതിന്റെ കണക്ക്. എനിക്ക് ഈ ചെറുപയർ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന പരിപ്പിനാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഏതാണ്ട് ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ടും കുറച്ചു നേരം കൂടെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വെറുതെ ഇട്ടാൽ അത് ആ ചൂട് കൊണ്ട് പിന്നെയും കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ആക്കി ഒന്ന് 2-3 പ്രാവശ്യം അങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിന് അത് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് പാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇതായിരിക്കുന്ന ചെറുപയർ പരിപ്പ്. നിങ്ങൾക്ക് അത് പാറ്റാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അതിന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ അത് ക്ലീൻ ആവും. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് വേവിക്കാൻ വെക്കാം. ഇതിപ്പോൾ ചെറുപയർ പരിപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിലും അവർക്കും ഇതുപോലെ വറുത്ത പരിപ്പിനെ ഇതുപോലെ കഴുകി കുക്കറിലാക്കി നമുക്ക് വേവിക്കണം. ഏതാണ്ട് 1.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അതും കൂടെ ഒഴിച്ച് അടച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കൂട്ട് റെഡിയാക്കാം. ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ വേണ്ട കുറച്ച് മുളക് പൊടി, 1/2 സ്പൂൺ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നത് അവിയലിന്റെ പരുവത്തിലാണ് നമുക്ക് അരക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പരിപ്പായി കഴിഞ്ഞു. 3 വിസിലും കേട്ട് അത് നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഒരിക്കലും പരിപ്പ് വർഗ്ഗങ്ങളിൽ ഉപ്പിട്ട് വേവിക്കരുത്, എന്നാൽ അതിന്റെ വേഗ് കറക്റ്റ് രീതിക്ക് കിട്ടില്ല. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നില്ലേ കൂട്ട്, അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. പരിപ്പ് ഇരുന്ന് കട്ടിയാവും. അപ്പൊ നമുക്ക് ഇത് ചോറിൽ ഒഴിക്കേണ്ട കറിയാണ്, അത് ഓർമ്മിക്കണം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. ഏതാണ്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കണം. തിളപ്പിക്കുകയും ചെയ്യരുത്. ലാസ്റ്റ് കുറച്ച് കറി ലീവ്സും കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഞവടിയിട്ട് ഇതിലേക്കിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ പരിപ്പായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സദ്യയുടെ അന്നത്തെ പരിപ്പ്, സാമ്പാർ, അവിയല്, തോരൻ ഇത്രയായി കഴിഞ്ഞു.
അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്